ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറെ നെല്ലിക്ക വാങ്ങിച്ചിട്ടുണ്ട്. ആ നെല്ലിക്ക കറുപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പൊ നെല്ലിക്ക കറുപ്പിക്കുന്ന വീഡിയോക്കകത്ത് അമ്മ പറയുന്നത് നെല്ലിക്ക കറുപ്പിക്കുന്നത് മാത്രമല്ല കേട്ടോ കാണിക്കാൻ കറുപ്പിച്ചതും കാണിക്കും, കറുപ്പിച്ചത് കാണിക്കും. ഒരു എത്ര ദിവസം വേണം നമുക്ക് നെല്ലിക്ക? 35 ദിവസം. ഒരു 35 ദിവസമാണ് നെല്ലിക്ക കറുപ്പിക്കാൻ വേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ കറപ്പിച്ചു വെച്ച നെല്ലിക്ക ഇവിടെ ഇരിപ്പുണ്ട്. അതും കാണിക്കുക എങ്ങനെ ഇരിക്കുന്നുള്ള ഫൈനൽ ലുക്കും കാണാം. അതോടൊപ്പം തന്നെ ഈ നെല്ലിക്ക കറുപ്പിച്ച നേരെ അതങ്ങെടുത്ത് കഴിക്കുകയല്ല ചെയ്യുന്നത്. അതൊരു പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ പരമ്പരാഗതമായി നെല്ലിക്ക കറുപ്പിച്ചതൊക്കെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ചിലർ വിചാരിക്കും ഇത് പ്രായമുള്ള അമ്മമാർക്കും അമ്മമാർക്കൊക്കെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. എല്ലാവർക്കും ചെയ്യാം, സിമ്പിൾ ആണ്. ഒരു കറി ഉണ്ടാക്കണം അത്രയും പാടുപോലും സത്യത്തില് ഇല്ല അല്ലെ? പക്ഷെങ്കിൽ ഒരു കുറെ 10-35 ദിവസം നമ്മളിങ്ങനെ കാത്തിരിക്കണം അല്ലെ? ആ ഒരു പ്രോസസ്സ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ബാക്കി എല്ലാം വളരെ സിമ്പിൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഗുണമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്ക കറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഇതും ഇതുപോലത്തെ ഒരു തൈരും ഈ നെല്ലിക്ക കറുപ്പിച്ചുകൊണ്ട് കൂടി കഴിച്ചോണ്ടല്ലോ, അയ്യോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് കഴിച്ചു വേണം. തൈരും വേറെ ഒരു കറിയും വേണ്ട, ജസ്റ്റ് ഇച്ചിരി തൈര് എടുക്കുക, ഉപ്പിട്ടിളക്കുക, ഈ നെല്ലിക്ക കറുപ്പിച്ചോടെ കൂടി അങ്ങ് ഞെവിടി ചോറുണ്ടാവുണ്ടല്ലോ, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആണ്. ആർക്കും കഴിക്കാം, അസുഖങ്ങളും ഒന്നുമില്ല, പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും കഴിക്കാം. എണ്ണയോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇതിനകത്തില്ല. പിക്കിളിന്റെ അത്രയും പോലെ നമുക്ക് വയറിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങളെല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ നമുക്കിത് കുറെ നെല്ലിക്ക ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് നെല്ലിക്ക കറപ്പിക്കാൻ ഇടുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് അങ്ങ് കാണാം അല്ലെ? അപ്പൊ നമ്മൾ കറപ്പിക്കാൻ എടുക്കുന്ന നെല്ലിക്കയ്ക്ക് ഒരു പ്രത്യേകത ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ഏറ്റവും വലിയ നെല്ലിക്ക എടുക്കരുത്. അപ്പോഴത്തെ നെല്ലിക്കയൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നെല്ലിക്കയൊക്കെയാണ്. പക്ഷെ നാടൻ നെല്ലിക്ക ഏറ്റവും നല്ല. ഇപ്പൊ നാടൻ നെല്ലിക്ക ഒന്നും കിട്ടാനില്ല. അതുപോലെ കേടുള്ള നെല്ലിക്ക എടുക്കരുത്. ഇതുപോലുള്ള ചെറിയ നെല്ലിക്ക നമ്മൾ തിരിഞ്ഞ് പറഞ്ഞ് നമുക്ക് എടുത്തിട്ട് വേണം അങ്ങനെ എടുക്കാം. നമ്മളിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നെല്ലിക്കയാണ്. അപ്പൊ നമ്മൾ ഇനി ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാ ചേർത്ത് നമുക്കൊന്ന് കാണാം. ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടുന്ന പച്ചക്കുരുമുളകാണ്. ഞാൻ ഇത്രയും പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും ഒരു 5-6 പച്ചക്കുരുമുളക് എടുത്തു. കുരുമുളകൊക്കെ തീർന്ന സമയമാണ്, പക്ഷെ എന്നാൽ നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നു കുരുമുളക്. അപ്പൊ ആ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാന്താരി മുളക് ഇപ്പൊ ഈ ഉണക്കൊക്കെ ആയിട്ട് കാന്താരി മുളക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉള്ളതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് പഴുത്ത കാന്താരി ഉണ്ട്, അതിന് കുഴപ്പമില്ല, കാന്താരി അല്ലേ. അപ്പൊ ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക്, അത് ആവശ്യത്തിന് നമുക്ക് ഇട്ടാൽ മതി. ഉണങ്ങിയ കുരുമുളകുണ്ട്, അത് നമുക്ക് ആവശ്യത്തിനിടാം. അപ്പൊ ഞാൻ ഇത്രയും കുരുമുളക് എടുത്തന്നേ ഉള്ളൂ, ഇത്രയും വേണമെന്നില്ല. പിന്നെ പച്ചമുളകാണ് പിന്നെ വേണ്ടുന്നത്. പച്ചമുളകും അതുപോലെ തന്നെ ഒരു 5-10 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നെല്ലിക്കയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് ആവശ്യമുള്ള പച്ചമുളക് ഇടുകയാണ്. പിന്നെ ഇതിന് അത്യാവശ്യം കറിവേപ്പില വേണം, കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്നത് ഇഞ്ചിയാണ്. ഒരു 3 കഷ്ണം ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ആ 3 കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കൊണ്ട് നമുക്ക് കല്ല് വെച്ച് ചതയ്ക്കണം. ബാക്കിയൊന്നും ചതയ്ക്കണ്ട, ബാക്കിയൊക്കെ അങ്ങനെ അങ്ങ് ഇടുവാണ്. അപ്പൊ ഞാനിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇങ്ങനെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി ചതയണ്ട, എന്നാൽ ചതയായിരിക്കുകയും വേണ്ട. അപ്പൊ നമ്മൾ അതിനകത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നെല്ലിക്ക പറിച്ച് നമ്മുടെ കലത്തിലോട്ട് ഇടാം. ഇതാണ് കേട്ടോ നമ്മുടെ കലം. ഇങ്ങനത്തെ ഒരു കുടുവം കലം പോലത്തെ കലം അല്ലെ? അതാണ് നല്ലത്. എങ്ങനത്തെ കലാണെങ്കിലും മതി, മൺകലം ആയിരിക്കണം. മൺകലം വേണം. നെല്ലിക്ക കുറച്ച് നെല്ലിക്ക ആദ്യം ഇടാം അല്ലെ? അപ്പൊ നമ്മൾ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശകലം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് അതിന്റെ കൂടെ അങ്ങോട്ട് ഇടാം. ഇത് നമ്മൾ ബിരിയാണിക്ക് ദം ഇടുന്ന പോലെ ഒറ്റ കാര്യം പറയാലോ, ഇത് ഇങ്ങനെ മാറ്റി ഓരോ ലെയർ ഇട്ടു, പിന്നെ എല്ലാം കുറച്ച് ഇട്ടു അല്ലെ? അങ്ങനെയാണ് ഇടുന്നത് അല്ലെ? ഇനി കുറച്ച് കാന്താരിമുളക് ഇട്ടു, 2 വറ്റൽമുളക്, പച്ചമുളക് ഇട്ടു. കുരുമുളകൊക്കെ ചുമ്മാ ഇട്ട് കൊടുത്താൽ 2 പച്ചക്കുരുമുളക് നണിയോ ഇത് പൊടിക്കാത്തതാണ്, അങ്ങനെ ഇട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പ്, കല്ലുപ്പാണ് അല്ലേ? കല്ലുപ്പ് വേണം, പൊടിയപ്പൊടി ഇടുക. ഇത്രയും കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. ശരിക്കും ബിരിയാണിക്ക് ദം ഇടുന്ന പോലെ ഇട്ടല്ലേ? ഇനി കറിവേപ്പില അല്ലേ? ഇനി നമ്മൾ ഉണക്കക്കുരുമുളക് ഇത്രയും ഉണക്കക്കുരുമുളക് ഇടുന്നുണ്ട്. ഇനി നമ്മൾ ഒരു 2 കറുപ്പ് കരിയാപ്പില ഊരിയതിന്റെ കൂടെ വേണം. ഓക്കെ. അപ്പൊ ഇതിന്റെ പുറത്ത് വീണ്ടും നമ്മൾ നെല്ലിക്ക ഇടുക. ഇനി ഇതിന്റെ മഞ്ഞൾപ്പൊടിയൊക്കെ വേണം, അത് ലാസ്റ്റ് മൂളി അല്ലേ? അല്ലെ മഞ്ഞൾ ഒരുപാടായി പോകും. അപ്പൊ വെള്ളം ചെല്ലുമ്പോഴത്തേക്ക് അതങ്ങ് എല്ലാം മിക്സ് ആയിക്കോളും അല്ലെ? ഇനിയിപ്പൊ നിങ്ങൾ ഇങ്ങനെ ലെയർ ആയിട്ട് ഇടണമെന്നൊന്നുമില്ല, ഒന്നിച്ചിട്ടാലും ഇത് സെറ്റ് ആയിക്കോളും അല്ലേ? ആയിക്കോളും.
ഒരു 4 ദിവസം കഴിയുമ്പോ തന്നെ ഇതിന്റെ അളവൊക്കെ അങ്ങ് കുറയും അല്ലെ? ഈ വെള്ളം അങ്ങ് ഇറങ്ങിയിട്ട് എല്ലാം ഒന്നിച്ചാകും. ഇപ്പൊ വീർത്തിരിക്കുന്ന നെല്ലിക്കൊക്കെ അങ്ങോട്ട് ചൊട്ടി തരും. അന്നേരം നമുക്ക് അടുത്തിന് ഒന്നുകൂടെ ഇടം വരും. അപ്പൊ വീണ്ടും നമ്മൾ ഉപ്പിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചിട്ട് കൊടുത്തു. പിന്നെ കാന്താരി മുളക് ഇട്ടു, 2 പച്ചമുളക് ഇട്ടു. പിന്നെ 2 പച്ചക്കുരുമുളക് മണിയോട് കൂടി അല്ലേ? പിന്നെ 2 കറിവേപ്പില. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം. ഉണക്കക്കുരുമുളക് ഇട്ടോ ഇതിന്റെ അകത്ത്? 3-4 ഉണക്കക്കുരുമുളക് അല്ലേ? ഓക്കെ. ഇട്ട് വീണ്ടും അടുത്ത ലെയർ. ഇങ്ങനെ ഫുള്ള് നമുക്ക് ലെയറായിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെ? പിന്നെ കുറച്ച് സ്ഥലം വേണോട്ടോ, നക്കൊക്കെ എങ്ങിടുമല്ല ചെയ്യുന്നത്, കാരണം ഇത് കുലുക്കണം അല്ലെ? അപ്പൊ ഇത് കല ഞാൻ കാണിച്ചു തരട്ടെ. ഇത് ഒത്തിരി വലിയ കല അല്ല, കണ്ടില്ലേ? ഈ ഒരു മുക്കാ കലാണ് ഇട്ടിട്ടുള്ളൂ ഇതിന്റെ അകത്ത്. നമ്മൾ ഇത്രയും ഉപ്പ് കൊണ്ടിടുക. ഇനി നിങ്ങൾക്ക് വലിയ കലാണ് ഇതിന് കൂടുതൽ ഇടാം. കുലുക്കാൻ പാടാ. ഇത് കുലുക്കണൊക്കെ കാണിച്ചു തരാവേ. ഇനി നമുക്ക് ബാക്കി എല്ലാ സാധനം ഇട്ട് കൊടുക്കാം അല്ലെ? നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. എന്ത് കറിയുടെ കൂടെയും കഴിക്കാനായിട്ട് നല്ല രസമാണ്. ഇനി ബാക്കിയുള്ള എല്ലാം കൂടെ അതിന്റെ അകത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക അല്ലെ? മുകളില് കാന്താരി, പച്ചമുളക് 2 ഇട്ടാ ഒരുപാട് എരിവായി പോകും. ഓക്കെ. കുരുമുളക് 2. കുരുമുളക് കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ്. അതൊക്കെ ഈ പച്ചക്കുരുമുളക് അങ്ങ് വെന്ത് പോലെ ആയി കഴിയുമ്പോ അല്ലെ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റാ. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നെല്ലിക്കയുടെ സീസൺ ടൈമിൽ വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വർഷാന്തരം എത്ര വർഷം ഇരുന്നാലും ഇത് കേടായി പോകത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലെ? കറിവേപ്പില. ഇനി നമ്മൾ ഇതുവരെ ചേർക്കാത്തൊരു സാധനം ചേർക്കും, മഞ്ഞൾപ്പൊടി അല്ലെ? മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല. മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഇതിനകത്ത് ആകെ ചേർക്കുന്ന പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രമാണ്. അത് ഏറ്റവും മുകളിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലേ? ഇത്രയും മഞ്ഞൾപ്പൊടി സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തുമായിട്ട് മുകളിലും ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനി നമ്മൾ ഇതിന്റെ അകത്തേക്ക് വെള്ളം ഒഴിക്കാൻ പോവാ അല്ലെ? വെള്ളം ഒരു നെല്ലിക്ക വെള്ളം ഈ നെല്ലിക്കേന്ന് വെള്ളം ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഒത്തിരി വെള്ളം വേണ്ട. നാടൻ നെല്ലിക്കാണെങ്കിൽ അത്രയും വെള്ളം ഇറങ്ങത്തില്ല. 1 ഗ്ലാസ് വെള്ളം. ഈ ഒറ്റ ഗ്ലാസ് വെള്ളം മതി ഇതിന്റെ അകത്ത്. കാരണം ഇതിനി അടുപ്പയിൽ ഇരിക്കുമ്പോഴത്തെ ഇതിന്ന് വെള്ളം ഇറങ്ങും അല്ലെ? അപ്പൊ നല്ല വെള്ളം ആകും ഇതിന്റെ അകത്ത്. അപ്പൊ ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത്? അപ്പൊ നമ്മളിത് ഇല വാട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഇല വേണം ഇത് കെട്ടാനും. 2 ഇല ഇട്ട് നമ്മളിത് ഇങ്ങനെ ഇത് മൂടിക്കെട്ടണം. മൂടിക്കെട്ടാന്ന് പറയുമ്പോ 2 ഇല ഇട്ടില്ലെങ്കിൽ പൊട്ടിപ്പോകും കേട്ടോ. അതിനാണ് 2 ഇല ഇടുന്നത് നമ്മള്. അപ്പൊ നമ്മളിത് എന്നിട്ട് നമ്മൾ അടുപ്പ വെച്ചിട്ട് നല്ല ചൂടാക്കുക. ഒരുപാട് അങ്ങ് തിളക്കരുത് കേട്ടോ. അതൊക്കെ ഇത് തിളച്ച് വരുന്ന ആവി വരുന്ന ഭാഗത്ത് നമ്മളിത് വാങ്ങി വെക്കും. അപ്പൊ എന്നിട്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ 35 ദിവസം ഇതിങ്ങനെ ഇരിക്കണം. നമ്മൾ കഞ്ഞിയൊക്കെ വെന്ത് വാങ്ങി കഴിയുമ്പോൾ തീ കുറഞ്ഞു കഴിയുമ്പോൾ ഇതെടുത്താൽ വീണ്ടും നമ്മൾ അടുപ്പിലോട്ട് വെച്ച് ആവി വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വീണ്ടും ഇങ്ങനെ മറിച്ചിടണം. അങ്ങനെ 35 ദിവസം ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഈ അടുപ്പിന്റെ അവിടെ തന്നെ ഇത് വെച്ചേക്കണം. പിന്നെ തീ അരിക്കരുത് കേട്ടോ. തീ അരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക തീ കെട്ട് കഴിയുമ്പോഴേ നമ്മുടെ അടുപ്പിൽ ചൂടുണ്ടല്ലോ, അപ്പൊ ആ ചൂടുള്ള അടുപ്പ വെച്ചാൽ മതി. അപ്പൊ ഇതിങ്ങനെ നമ്മളൊക്കെ ഇനി വേറൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും വെച്ചില്ല 1-2 ദിവസം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് മൂടി കെട്ടണം. പിന്നെ നമ്മുടെ അടുപ്പ് നിങ്ങൾ പുറകെ കാണുന്നില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ അടുപ്പ്. അപ്പൊ അവിടെ അടുപ്പിന്റെ അവിടെയൊക്കെ നല്ല ചൂടുള്ളതുകൊണ്ട് അമ്മ ഇതെന്താ ചെയ്യണമെന്ന് മിക്കവാറും ആ പുറകെ വെച്ചേക്കും. ഇതിനു മുമ്പുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോ അറിയാം ഈ നെല്ലിക്ക കറപ്പിക്കാനുള്ള കലങ്ങൾ അവിടെ ഇരിക്കുന്നത് അല്ലേ? മിക്കവാറും വീഡിയോക്കകത്തുണ്ട്. പിന്നെ ഒരു കാര്യമുള്ള എന്നാ വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ ഇല അങ്ങ് പൊട്ടും ചിലപ്പോ അല്ലെ? കെട്ടി വെക്കണം. അപ്പൊ 35 ദിവസം കഴിയുമ്പോ കുറെ ഇല കാണും ഇതിന് മുമ്പിൽ അല്ലേ? അപ്പൊ ഇത് കണ്ട സിമ്പിൾ പരിപാടിയാണ്. ഇനി ഇത് ഒരു ചരടിട്ടിട്ട് നന്നായിട്ട് അങ്ങ് കെട്ടുന്നു, കണ്ടില്ലേ? ഇങ്ങനെ അങ്ങ് കെട്ടി അടുപ്പയിലേക്ക് വെക്കാം നമുക്ക് ഇനി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ഇതിന്റെ അകത്തേക്ക് ഇത് തുറക്കത്തില്ല. ഇനി ഈ ഒരു അറയ്ക്കകത്തിരുന്ന് നമ്മുടെ നെല്ലിക്ക പ്രത്യേക രീതിയിൽ പ്രോസസ്സായി ഒരു അടിപൊളി ടേസ്റ്റിലേക്ക് നെല്ലിക്ക മാറും. പിന്നെ നേരെ അടുപ്പിലേക്ക് വെച്ച് തീ കത്തിക്കാൻ പോലമേ.
പിന്നെ ഈ തൂങ്ങി കിടക്കുന്ന ഇലയും കണ്ടിച്ചു കളയാം. ഓ ഇതൊക്കെ കണ്ടിച്ച് കളയണം അല്ലേ? അതിന്റെ തീ കയറും. ഇതെല്ലാം കണ്ടിച്ച് തീ set ആക്കാം. പിടിപ്പിക്കട്ടെ. അപ്പൊ ഞങ്ങൾക്ക് ഉണങ്ങാനായിട്ട് എളുപ്പമാണ്. ഞങ്ങളുടെ ആ സൈഡിലൊക്കെ ഉണ്ട് എല്ലാം ചൂട് കിട്ടും അവിടെ. അതുകൊണ്ട് അമ്മ അവിടെ വെക്കും. മുൻ വീഡിയോകളിലൊക്കെ കാണുമ്പോൾ അറിയാം അവിടെ നെല്ലിക്കായുടെ കല ഇരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. നമ്മളിതേ മൂടിക്കെട്ടി നെല്ലിക്ക നമ്മളിത് അടുപ്പ വെച്ചിട്ടുണ്ട്. അടുപ്പ തീ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പതുക്കെ ഒന്ന് തിളച്ച ഒരു ആവി വരുന്ന സമയം വരെ നമ്മൾ തീ ഇങ്ങനെ എരിച്ചോണ്ടിരിക്കണം. പക്ഷെ ഇന്ന് മാത്രം മതി തീ എരിക്കുന്നത്. നാളെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ നെല്ലിക്ക ഇങ്ങനെ കുടഞ്ഞിടണം. കുടഞ്ഞിട്ട് അടിയിൽ കിടക്കുന്ന നെല്ലിക്ക എല്ലാം മോളി വരണം. അപ്പൊ എന്നിട്ടായിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ വാർത്ത് കഴിയുമ്പോൾ ആ അടുപ്പയിലോട്ട് വെച്ചൊരു 10 മിനിറ്റ് വേണ്ട ആ കനലിൽ തന്നെ വെച്ചാൽ മതി. തീ എരിക്കരുത്. അത് നമ്മൾ അന്നേരം ഇളക്കിയിട്ട് വേണം വെക്കാനൊക്കെ ഉണ്ട്. ഇളക്കുന്നതിന് മുമ്പ് വെക്കരുത്. നമ്മൾ കുടഞ്ഞിട്ട് വെച്ച് അങ്ങനെ വെച്ചിട്ട് അങ്ങനെ നമ്മൾ 35 ദിവസം ഇങ്ങനെ കനലിൽ തന്നെ ചൂടാക്കി നമ്മുടെ നെല്ലിക്ക നല്ല കരിക്കട്ട പോലെ കറുത്തിരിക്കും. നല്ല രുചി സൂപ്പറാണ്. ഭയങ്കര രുചിയായത് തിന്നാന്. അപ്പൊ ഒരു കാര്യം, നമുക്ക് കറുപ്പിച്ച നെല്ലിക്ക ഒന്ന് കാണുകയും കൂടെ ചെയ്യാം അല്ലെ? 35 ദിവസം കഴിഞ്ഞിട്ടുള്ള നെല്ലിക്കയുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കാണാം അല്ലെ? 35 ദിവസം നമ്മൾ വെച്ചിരുന്ന കറുപ്പിച്ച നെല്ലിക്കയാണ് നമുക്ക് ഈ രീതിയിലാണ് കിട്ടുന്നത്. പക്ഷെ ഇതിങ്ങനല്ല നമ്മൾ കഴിക്കുന്നത്. ഇതിനകത്ത് വേറെ ഇച്ചിരി പരിപാടി കൊണ്ട് നമുക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതായത് ഇതൊന്ന് പാചകം ചെയ്യണം അല്ലെ? അപ്പൊ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യണം നമുക്ക് നേരെ കണ്ടിട്ട് അതാണ് നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കുന്നത് അല്ലെ? കഴിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. അത് അങ്ങനെ അതുപോലെ തന്നെ കിടക്കുക നെല്ലിക്ക. കണ്ടോ? ഇത് മൊത്തം ഒന്നും വേണ്ട. ശരിക്കും നമുക്ക് ചോറിനാൻ എത്ര നെല്ലിക്ക വേണം? ഇപ്പൊ നമ്മള് 4 പേരുള്ള വീട്ടിലാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 2 നെല്ലിക്ക വേണമെങ്കിൽ 8 നെല്ലിക്ക എടുത്താൽ മതി. അല്ലെങ്കിൽ 4 എടുത്താൽ മതി. അത്രയും നെല്ലിക്ക. ഇനി വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോ ഒരു 2-3 ദിവസത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം അല്ലെ? നമ്മളിന്ന് ഒരു ചീനിച്ചട്ടിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് കടുക് ഇടാം. ഇത്രയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൊണ്ട് നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നോക്കിക്കാം. എന്നിട്ട് കറിവേപ്പിലയും കൂടെ. നമ്മുടെ നെല്ലിക്കത് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാം ഉണ്ടല്ലേ? വേറെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് തന്നെ. നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഇത്രയും ഉള്ളി ഇടാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങൾ ഇത്ര ഉള്ളി ഇട്ടുണ്ടാക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, ഈ ഉള്ളിയൊക്കെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് അല്ലേ? ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആണ് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഉള്ളി ഇടണമെന്ന് ഞങ്ങൾ ഇത്ര ഇടുന്നത്. ഒരു ഉള്ളിയും ഒരു വെളുത്തുള്ളിയൊക്കെ മാത്രം ഇട്ടാലും മതി അല്ലെ? ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ടു. ഓക്കെ. നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി നമ്മള് നെല്ലിക്ക ഉണ്ടാക്കിയപ്പോ ഇട്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ മുളക് പൊടി അല്ലെ? മുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്തു, വീണ്ടും ഇളക്കി അല്ലെ? ഇനി അതൊന്ന് മൂക്കണം അല്ലെ? ഒന്ന് ചുമക്കണം. അപ്പൊ ഇനി നമുക്ക് ആവശ്യമുള്ള നെല്ലിക്ക അങ്ങോട്ട് ഇടാം. ഒരു 3-4 ദിവസത്തേക്കൊക്കെ നമുക്ക് ഒന്നിച്ചിങ്ങനെ ഉണ്ടാക്കി വെക്കാവേ. പാത്രത്തിന്റെ തിരുന്നോളൂ. നമുക്ക് എത്ര നെല്ലിക്ക വേണം അത്രയും നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ കുറെ ദിവസത്തേക്കൊന്നും ഇരിക്കത്തില്ല. ഒരു 2-3 ദിവസത്തേക്കുള്ളതൊക്കെ അതേ കണ്ടോ ഇങ്ങനെ അങ്ങ് എടുത്താൽ സെറ്റ് ആയിട്ടിരിക്കാം. ഇനി ഇങ്ങനെ പയ്യെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നെല്ലിക്ക കഴിക്കാനായിട്ട് നമ്മൾ കറുപ്പിച്ച നെല്ലിക്ക നമ്മൾ ചോറിനൊക്കെ കഴിക്കാനായിട്ട്. ശരി കേട്ടോ. ഇതിന് വേറെ കറിയും വേണം കേട്ടോ. ലേശം തൈര് മാത്രം മതി ചോറിനാനായിട്ട്. നല്ല ചൂട് ചോറും ഈ നെല്ലിക്കായും തൈരും കൂടെ ഒഴിച്ച് കഴിച്ചോണ്ടല്ലോ. എനിക്ക് പക്ഷെ വേറെ കറിയുടെ ഒക്കെ കൂടെ ഇത് കഴിക്കുന്നേക്കാൾ ഇഷ്ടം തൈരിന്റെ കൂടെ കഴിക്കുന്നതാണ്. അതാണ് എനിക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ നെല്ലിക്ക അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയായിട്ട് നെല്ലിക്ക കണ്ടോ? നല്ല അടിപൊളിയല്ലേ? ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ കണ്ടോ ഇങ്ങനെ ഇരിക്കും. ഞാൻ ഈ ഉള്ളി കൂടുതലിട്ട് മനസ്സിലായില്ലത്. ഇതെടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഇങ്ങനെ ഫ്രൈ ആയത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ചോറിന്റെ കൂടെ. നമ്മൾ നെല്ലിക്ക കറുപ്പിക്കാൻ വെച്ചേക്കുന്നതും കാണിച്ചു, കറുപ്പിച്ച നെല്ലിക്ക നമ്മൾ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതും കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക അല്ലെ? നിങ്ങളുടെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ എന്ത് ഈ ഒരു കേരളത്തിന്റെ ഈ തനതായിട്ടുള്ള ഈ പരമ്പരാഗത ഐറ്റം നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വീട്ടിലൊരു കുപ്പിക്കകത്തൊക്കെ ഇവിടെ നമ്മൾ ചില്ലിന്റെ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. എത്ര വർഷം ഇരുന്നാലും ഇത് കേടാവത്തില്ല. അപ്പൊ നമുക്ക് പറ്റുന്ന സമയത്ത് ഉണ്ടാക്കി വെച്ചാൽ ഒരു അടിപൊളി ആയിട്ടാണ്. ഒരു കറി ഇല്ലെങ്കിലും നമുക്ക് ചോറിനാനായിട്ട് ഇത് മാത്രം മതി അല്ലെ?
അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.